കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന തീവ്രവാദി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് വ്യാപാരികൾ. വ്യാപാരി വ്യവസായി ഏകോപന സമിതി അടിമാലി യൂണിറ്റിന്റെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങ് നടന്നത്. മെഴുകുതിരികൾ തെളിയിച്ചാണ് മരണപ്പെട്ടവരെ അനുസ്മരിച്ചത്. പെഹൽഗാമിൽ നടന്ന തീവ്രവാദി ആക്രമണത്തിൽ 26 നിരപരാധികൾ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ മരണമടഞ്ഞവർക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്നതിനൊപ്പം രാജ്യത്തിന് പിന്തുണ അറിയിച്ചുമാണ് അനുശോചന ചടങ്ങ് സംഘടിപ്പിച്ചത്. സംസ്ഥാനത്താകെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന അനുസ്മരണ ചടങ്ങിന്റെ ഭാഗമായിട്ടായിരുന്നു വ്യാപാരി വ്യവസായി ഏകോപന സമിതി അടിമാലി യൂണിറ്റിന്റെ നേതൃത്വത്തിലും അനുശോചന ചടങ്ങ് നടന്നത്. യൂണിറ്റ് പ്രസിഡന്റ് PM ബേബി അനുസ്മരണ യോഗത്തിൽ സംസാരിച്ചു. നമുക്കറിയാം, നടന്ന് വണ്ടി പോകാത്ത സ്ഥലമാണ്. അവിടെ ഒരു ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ 5-6 കിലോമീറ്ററോളം നടന്നു വേണം അടുത്ത് വണ്ടികൾ എത്തിപ്പെടുന്ന സ്ഥലത്തേക്ക് എത്താനായിട്ട്. അത് കാശ്മീർ പോലുള്ള സ്ഥലം നമുക്കറിയാം, ഇന്ത്യയിലെ ഏറ്റവും സുന്ദരമായ ടൂറിസ്റ്റ് പ്ലേസാണ്. ഏറ്റവും ചെലവ് കുറഞ്ഞ് ഇവിടെ പോകാനും അവിടുത്തെ ജനങ്ങൾ വളരെ ദുരിതത്തിലാണ്. കാരണം നമുക്കറിയാം, 6 മാസത്തോളം അവിടെ മഞ്ഞുമല ഇടിഞ്ഞും അതുപോലെ തന്നെ ദുരിതത്തിൽ ജീവിക്കുന്ന ആളുകളാണ്. ഈ ടൂറിസ്റ്റുകൾ കൊണ്ട് മാത്രമാണ് അവിടുത്തെ ജനങ്ങൾ ജീവിക്കുന്നത്. ഭീകരവാദം തുലയട്ടെ എന്ന സന്ദേശം പരിപാടിയിലൂടെ വ്യാപാരി സമൂഹം മുമ്പോട്ട് വയ്ക്കുന്നു. യൂണിറ്റ് ജനറൽ സെക്രട്ടറി സാൻഡി മാത്യു, വൈസ് പ്രസിഡന്റ് S കിഷോർ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ടൂറിസത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന 10,000-കണക്കിന് വ്യാപാരികളെ കൂടിയാണ് തീവ്രവാദി ആക്രമണം ബാധിച്ചതെന്നും ടൂറിസത്തിൽ നിന്നുള്ള വരുമാനമാണ് കാശ്മീർ ജനതയെ പിടിച്ചു നിർത്തുന്നതെന്നും അനുസ്മരണ യോഗത്തിൽ സംസാരിച്ചവർ പറഞ്ഞു. അടിമാലി ടൗണിൽ സെൻട്രൽ ജംഗ്ഷനിലായിരുന്നു പരിപാടി നടന്നത്. ന്യൂസ് ബ്യൂറോ, അടിമാലി.